നാം ഉദ്ദേശിച്ച കാര്യങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, അവയിലേക്കുള്ള യാത്രകൾ സുഗമമാക്കാനും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാനും നമുക്ക് മാനസിക എനർജി നൽകുന്ന ചില അഫർമേഷനുകൾ ഇല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ. ഈ രണ്ടും ഒരേ സംഗതിയാണ്, അഫർമേഷനും മാനിഫെസ്റ്റേഷനും. നിങ്ങൾക്ക് ഇപ്പോൾ പറയുകയാണ്, അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് നിങ്ങൾ ജീവിതത്തിൽ പ്രയോജനപ്രദമായ ഒരു മാനിഫെസ്റ്റേഷനായി. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുക. അത് ബ്രഹ്മമുഹൂർത്തത്തിലാണെങ്കിൽ ഏറ്റവും നല്ലത്. എപ്പോഴാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പലരും ചോദിക്കുന്നുണ്ട്. അതായത് സൂര്യൻ ഉദിക്കുന്നതിന് ഏകദേശം 2 മണിക്കൂർ മുതൽ ഇങ്ങോട്ട് ആരംഭിക്കും, അരമണിക്കൂർ വരെ. സൂര്യൻ ഉദിക്കുന്നതിന് അരമണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെ പിറകോട്ട് നോക്കിയാൽ ഈ സമയത്താണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പൊതുവെ പറയുന്നത്. ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ രാവിലെ എഴുന്നേൽക്കുക. എഴുന്നേറ്റ ശേഷം നിങ്ങളുടെ മതത്തിൻ്റെ ആചാരപ്രകാരമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുക. അതോടൊപ്പം തന്നെ വൃത്തിയാവുക, ദേഹം വൃത്തിയാവുക, കുളിക്കുക. ഇതിനൊക്കെ ശേഷം എവിടെയെങ്കിലും നല്ല ശുദ്ധവായു കിട്ടുന്ന സ്ഥലത്ത് ഇരുന്ന് വെറുതെ കണ്ണടച്ചിരുന്ന് ശ്വാസം മുകളിലോട്ട് എടുക്കുക. എന്നിട്ട് കുറച്ച് സമയം ശ്വാസം പിടിച്ച് നിർത്തുക. എന്നിട്ട് സാവധാനം ശ്വാസം പുറത്തേക്ക് വിടുക. ഇതിന് കൃത്യമായൊരു സമയം പറയുന്നില്ല, ഓരോരുത്തരുടെയും കപ്പാസിറ്റി അനുസരിച്ച്. ചിലർക്ക് 1 മിനിറ്റോളം ശ്വാസം പിടിച്ചു നിർത്താൻ പറ്റും, ചിലപ്പോൾ 30 സെക്കൻഡ് വരെ ശ്വാസം വലിച്ചെടുക്കാൻ പറ്റും. വിടാനും അതോടൊപ്പം തന്നെ അവർക്ക് കുറേ സമയം പിടിച്ചെടുക്കാൻ പറ്റും. ചിലർക്ക് പറ്റത്തില്ല, ചിലർക്ക് 10 സെക്കൻഡേ പറ്റും, ചിലർക്ക് 5 സെക്കൻഡ് പറ്റും. നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അപ്പുറം ഒരു അഫർമേഷനോ ഒരു മാനിഫെസ്റ്റേഷനോ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഒരു 7 പ്രാവശ്യം കണ്ണടച്ചിരുന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അത് കുറച്ച് സമയം പിടിച്ചു വയ്ക്കുകയും അതിനുശേഷം സാവധാനം ശ്വാസം വെളിയിലേക്ക് വിടുകയും ചെയ്യുക. അപ്പോൾ ഈ ശ്വാസം സാവധാനത്തിലെടുക്കുമ്പോൾ അത് സാവധാനത്തിലാകാൻ മാക്സിമം ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ മാക്സിമം സമയം പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുക. അതിനുശേഷം മാക്സിമം സ്ലോ ആയിട്ട് വിടാൻ ശ്രമിക്കുക. ഇതിന് ശേഷം 7 പ്രാവശ്യം ചെയ്ത ശേഷം നിങ്ങൾ ഒന്നും പറയണ്ട, കണ്ണടച്ചിരുന്നിട്ട് ഒരു കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഐ ആം ദി ബെസ്റ്റ്, ഞാൻ ഏറ്റവും ബെസ്റ്റാണ്, ഞാൻ മിടുക്കനാണ്. അത് മലയാളത്തിൽ പറയാം, ഇംഗ്ലീഷിൽ പറയാം, ഇംഗ്ലീഷിൽ പറഞ്ഞിട്ട് അതിൻ്റെ മലയാളം പറയാം, മലയാളത്തിൽ പറഞ്ഞിട്ട് അതിൻ്റെ ഇംഗ്ലീഷിൽ പറയാം. ഐ ആം ദി ബെസ്റ്റ് ഇങ്ങനെ 7 പ്രാവശ്യം പറയും. ഐ ആം ദി ബെസ്റ്റ്, ഞാൻ മിടുക്കനാണ്. അടുത്തത്, എനിക്ക് അത് സാധിക്കും, എനിക്ക് അത് സാധിക്കും, എനിക്ക് അത് സാധിക്കും. 7 പ്രാവശ്യം. എനിക്ക് ദൈവം തന്ന കഴിവുണ്ട്, എനിക്ക് ദൈവം തന്ന കഴിവുണ്ട്. അങ്ങനെ 7 പ്രാവശ്യം. എനിക്ക് ഇതുവരെ ചെയ്ത എല്ലാ നന്മകൾക്കും ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. അങ്ങനെ 7 പ്രാവശ്യം ഞാൻ ദൈവത്തോട്. ഈ മൂന്ന് കാര്യം ഒരു 7 പ്രാവശ്യം വീതം പറഞ്ഞിട്ട് നിങ്ങൾ രാവിലെ 7 പ്രാവശ്യം പറയുക. വ്യായാമമോ ഒക്കെ ചെയ്യാൻ വേണ്ടി നടക്കുക, ഇല്ലെങ്കിൽ വ്യായാമം ചെയ്യുക. ഇതേതെങ്കിലുമൊക്കെ ഒരു അരമണിക്കൂർ ചെയ്ത ശേഷം നിങ്ങൾ അന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യുക. അന്ന് എന്തൊക്കെ ചെയ്യണം, അന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം, ആ കാര്യം പ്ലാൻ ചെയ്താൽ തീർച്ചയായും ഇത് 21 ദിവസം നോക്കുക.